നമസ്കാരം, I'm Dr. Shruti from GR Ayurveda. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറിനെ കുറിച്ചാണ്. വയറുവേദന, നെഞ്ചരിച്ചിൽ, പുളിച്ചുതികട്ടൽ, ഏമ്പക്കം എന്നീ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മളത് അൾസർ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിനും ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിൽ, അസിഡിറ്റി എന്നിവ അൾസർ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് അൾസർ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ആമാശയത്തിലെ മ്യൂക്കസ് കോട്ടിംഗ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആഹാരത്തിനെ ദഹിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിലെ മസിൽസിനെ നശിപ്പിക്കുകയും മുറിവുണ്ടാവുകയും ചെയ്യുന്നു. ഒരിക്കൽ മുറിവുണ്ടായെടുത്ത് വീണ്ടും ആസിഡ് തട്ടുമ്പോൾ മുറിവ് വലുതാവുകയും വേദനയും അസ്വസ്ഥതയും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവുന്നത്. അൾസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വയറിനകത്തെ എച്ച് പൈലോറി അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയയുടെ സാന്നിധ്യം, ഉപ്പ്, എരിവ്, പുളി എന്നിവ ഉപയോഗിക്കുന്നത്, ചായ, കാപ്പി എന്നിവയുടെ അമിത ഉപയോഗം, പെയിൻ കില്ലേഴ്സ് അധികമായിട്ട് കഴിക്കുന്നത്, പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, സ്ട്രെസ്, വറുത്തു പൊരിച്ച ആഹാരങ്ങൾ കഴിക്കുന്നത്, സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത് ഇവയെല്ലാം അൾസർ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അൾസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചരിച്ചിൽ, ഛർദി, പുളിച്ചുതികട്ടൽ, വയറ്റിൽ സൂചികൊണ്ട് കുത്തുന്ന വേദന, ഇടയ്ക്കിടയ്ക്കുള്ള ഏമ്പക്കം, വിശപ്പില്ലായ്മ, വയറ് വീർത്തതുപോലെ തോന്നുക എന്നിവയെല്ലാമാണ്. കഴിക്കേണ്ടതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണത്തെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.